ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ ബോഡി എന്ന് വെറുതെ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ തന്നെ ഏത് രീതിയിലാണ് ഈ പാരക്വേറ്റ് എന്ന കൊടും വിഷമായ കളനാശിനി മനുഷ്യ ശരീരത്തിനകത്തേക്ക് പോയാൽ മൾട്ടി ഓർഗൻ ഫെയിലൂർ അടക്കമുണ്ടാവുന്ന ആദ്യഘട്ടത്തിൽ കാണാം. പിന്നീട് സ്കോളർലി റിസർച്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡികളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ പോയി ദീർഘ ദിവസങ്ങളെടുത്ത് മരിച്ചുപോയവരുടെ അനുഭവങ്ങൾ അതിൽ പല ലേഖനങ്ങളിലും പറയുന്നുണ്ട്. ഓരോ ആന്തരികാവയവങ്ങളിലും ഇത് ഏത് രീതിയിൽ ബാധിക്കുന്നതാണ്, കിടക്കുന്ന ദിവസത്തോളം എത്രത്തോളം ഇഞ്ചിഞ്ചായാണ് ഇത് മരിക്കുന്നത് എന്ന കാര്യമൊക്കെ വളരെ ഭംഗിയായി ഗൂഗിളിൽ എഴുതുന്നുണ്ട്. അപ്പോ ഒരു MAക്ക് 90% മാർക്ക് വാങ്ങിയ പെൺകുട്ടിക്ക് അത് വായിച്ചാൽ മനസ്സിലാവാത്തതല്ല. ഇഞ്ചിഞ്ചായി മരിക്കും എന്നറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ് ആ വിഷം. അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് സാർ? ഏതോ പാനീയത്തിലെങ്ങാണ്ട് ചേർത്ത് കൊടുത്തു, അത് ചേർത്ത് കൊടുത്തു, ഇയാൾ കുടിച്ചു. പക്ഷേ അയാൾ മരിച്ചൊന്നുമില്ല. ഇതിന്റെ ധാരണ ഈ പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞാല് അത് മരിച്ചു എന്നുള്ളതാണ്. അതൊന്നും നടന്നില്ല. അവസാനം പിന്നെ വന്നപ്പോ ഏതെങ്കിലും വിധത്തില് ഇയാളെ കൊല്ലണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അത് ഒരു കണ്ടുപിടിച്ച മാർഗമാണ് കീടനാശിനി കഷായത്തിനകത്ത് ചേർത്ത് കൊടുക്കാമെന്ന്. അത് ഇയാൾ ചോദിച്ചു വാങ്ങിച്ചു കുടിച്ചെന്നാണ് ആ പെൺകുട്ടി മജിസ്ട്രേറ്റിന് കൊടുത്ത ഒരു മൊഴിയിൽ പറയുന്നത്. കാരണം ഇത് ലൈസോൾ കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ഇത് ശ്രമിച്ചു, ഇത് കഴിച്ച കസ്റ്റഡിയിലുണ്ടായിരുന്നപ്പോ. അതൊക്കെ നമ്മൾ കള്ളത്തരം എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ പെൺകുട്ടി ഒരു പ്രതിയാണ്. അതിന്റെ ഒരു വെർഷനാണത്. അത് ശരിയോ തെറ്റോ എന്നുള്ള പ്രോസിക്യൂഷൻ തന്നെ ഹാജരാക്കിയേക്കുന്ന ഡോക്യുമെന്റ് ആണത് എടുത്ത് കോടതിയിൽ ഈ കേസിനകത്ത് തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. അത് നമുക്ക് എല്ലാം അങ്ങനെ കള്ളത്തരമെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ആ കുട്ടി ചെയ്തത് അങ്ങേയറ്റം വളരെ ദുരൂഹകരമായ കാര്യമാണ്, സംശയമൊന്നുമില്ല. കാരണം ഇയാളെ വേണ്ടെന്നതാണെന്നും പറയുന്നു. പക്ഷേ പാൻ തയ്യാറല്ല. ഇയാളെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിനവസാനം അതിൽ കണ്ടുപിടിച്ച ഒരു മാർഗമാണിത്. ഞാനിത് റയർ ആവുന്നില്ലെന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ കൊലപാതകമാവുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പറയാൻ ഒക്കത്തില്ല. പക്ഷേ ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് അതിനില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ഇത് ഈ ലൈസോൾ എടുത്ത് കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും. ഇല്ല സാർ, മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഉള്ളതുകൊണ്ടാണ് എന്റെ ഒരു ധാരണ. കാര്യം ഇത് കോടതി പറയുകയാണ് അത് ഉടായ്പ വ്യാജമായ ആത്മഹത്യാ ശ്രമമാണെന്ന് പറയുകയാണ്. അത് വ്യാജ ആത്മഹത്യാ ശ്രമമാണ് കോടതി പറയുന്നത്, വെറുതെ പറയില്ല. പ്രോസിക്യൂഷന്റെ വാദമല്ല, കോടതി പറയുന്നത് വ്യാജ ആത്മഹത്യാ ശ്രമമാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചോദിക്കാം. ഇവിടെ മെച്യൂരിറ്റി ഇല്ലെന്ന് പറയുമ്പോൾ ഈ കുട്ടി MAക്ക് 90% മാർക്ക് വാങ്ങി പാസ്സായ കുട്ടിയാണ് ഈ പെൺകുട്ടി പാരസെറ്റമോൾ എത്ര തവണ ആളെ കൊല്ലാൻ പറ്റുമെന്ന് 23 തവണ സെർച്ച് ചെയ്ത് അത് ജ്യൂസിൽ കലക്കി കൊടുത്ത് പ്രണയം അഭിനയിച്ച് ഈ പറയുന്ന പാവം പയ്യനെ കൊണ്ട് കുടിപ്പിച്ച കുട്ടിയാണ്. അതിൽ പരാജയപ്പെട്ട് പിന്നെ പാരക്കാറ്റ് എന്ന് പറയുന്ന വിഷം ഏത് രീതിയിൽ മനുഷ്യജീവനെ ബാധിക്കുമെന്നറിഞ്ഞ് ഇത്തരത്തിൽ ഇഞ്ചിഞ്ചായി മരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അവനെ മെസ്സേജ് അയച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാളംകുളം കൊടുത്ത് കൊന്ന കുട്ടിയാണ്. എന്താണ് സാർ ആ കുട്ടിക്കില്ലാത്ത മെച്യൂരിറ്റി? അങ്ങേയറ്റം ബ്രില്യന്റ് ആയ കുറ്റവാളിയാണ് സാർ ഈ ഗ്രീഷ്മ. ഞാൻ ഒരു ചോദ്യം, അവസാന ശ്വാസത്തിലും ഇതിനെ തള്ളിപ്പറയാത്ത ആളാണ് കേട്ടോ. അവസാന ശ്വാസത്തിലും അന്ന് വിളിച്ച വാവെ എന്നൊക്കെ സ്നേഹവാക്ക് തെറ്റെന്ന് ഞാൻ പറയും. വാവെ എന്ന സ്നേഹവാക്ക് വിളിച്ച ഒരു പയ്യനാണ്. ഈ പറയുന്ന അപക്വതയുണ്ടെങ്കിൽ ഉണ്ടായത് ഷാരോണാണ്. ഈ ക്രൂരമായ മനസ്സ് തിരിച്ചറിയാതെ പിന്നെയും അതിന്റെ പിന്നാലെ പോയ ഷാരോൺ അപക്വം പോട്ടെ. അങ്ങനെ ഉണ്ടായ ഒരു സംഭവമാണ് ഇത്. ഗവേഷണം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ക്രൂരബുദ്ധിയാണ്. 14 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഓരോ ഇഞ്ചിഞ്ചായി കോശങ്ങളിൽ ഓരോ ആന്തരികാവയവും അഴുകി, ഓരോ ആന്തരികാവയത്തിലും ചോര പറ്റി, ലിംഗാഗ്രത്തിൽ മൂത്രമിറ്റി ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന നരകയാതനയുടെ പരമാവധി അനുഭവിച്ച് മരിച്ചുപോയതാണ്. ആ വേദനയ്ക്ക് മുകളിലാണോ സർ അങ്ങ് ഈ പറഞ്ഞ എന്തെങ്കിലും ന്യായം?